ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഏഴാമത്തെ ചാപ്റ്ററിലെ രണ്ടാമത്തെ സോഫ്റ്റ്വെയർ ആണ്. സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് ക്യൂജിസ് അഥവാ ക്വാണ്ടം GIS. ക്യൂജിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുരന്ത സാധ്യതാ മേഖലയുടെ മാപ്പ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് ജിയോഗ്രാഫിക് ഇൻഫർമേഷൻ സിസ്റ്റം സോഫ്റ്റ്വെയർ. ഇതുപയോഗിച്ച് വിവിധ തരത്തിലുള്ള വിശകലനങ്ങൾ നടത്താനും ദുരന്ത സാഹചര്യങ്ങൾ മുന്നിൽ കണ്ട് മുൻകരുതൽ, ആസൂത്രണം, പ്രതികരണം എന്നിവയ്ക്ക് സജ്ജമാക്കാനും സാധിക്കുന്ന തരത്തിലുള്ള ഭൂപടങ്ങൾ തയ്യാറാക്കാൻ സാധിക്കും. ഇനി ക്യൂജിസ് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത് നോക്കാം. നമ്മൾ ഷോ ആപ്ലിക്കേഷൻസിൽ ക്യൂജിസ് എന്ന് സെർച്ച് ചെയ്യുക. ക്യൂജിസ് ഡെസ്ക്ടോപ്പ് ഇത് ഓപ്പൺ ചെയ്യുക. ഇതാണ് ക്യൂജിസിൻ്റെ വിൻഡോ. കേരളത്തിലുണ്ടായ പ്രധാന ഉരുൾപൊട്ടലുകളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ രേഖപ്പെടുത്തിയ ഡേറ്റ ഫയൽ സ്കൂൾ റിസോഴ്സസിലുണ്ട്. അത് നമുക്ക് ഓപ്പൺ ചെയ്യാം. അതിനായിട്ട് പ്രൊജക്റ്റിൽ ഓപ്പൺ കൊടുക്കുക. എന്നിട്ട് സ്കൂൾ റിസോഴ്സസിൽ ക്ലാസ് 10ൽ ക്യൂജിസിൽ Kerala.QGS അത് ഓപ്പൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ ദേ ഇതുപോലെ വന്നിട്ടുണ്ട്. ഓക്കെ, ഒരു കേരളത്തിൻ്റെ ഒരു ഇമേജ് ഒക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ലെയർ ആഡ് ചെയ്യണം. ലെയർ ആഡ് ചെയ്യാൻ വേണ്ടി അതിൽ ആഡ് ലെയർ കൊടുക്കുക. ആഡ് ലെയർ അതിൽ നിന്ന് ആഡ് ഡീലിമിറ്റഡ് ടെക്സ്റ്റ് ലെയർ കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു വിൻഡോയാണ് വരുന്നത്. അപ്പോൾ ദേ ഇവിടെ ഒരു 3 ഡോട്ട് കാണും. ഈ ഫയൽ നെയിം എന്നുള്ളിടത്ത് 3 ഡോട്ട് കാണും. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് സ്കൂൾ റിസോഴ്സിൽ പോയി കേരള landslides.csv എന്ന ഫയൽ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ടെക്സ്റ്റിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാം എടുത്തിടുക. ആദ്യത്തെ ഫയൽ ഫോർമാറ്റ് എന്നുള്ള CSV കൊടുക്കുക. അടുത്തത് പോയിന്റ് കോർഡിനേറ്റേഴ്സ്. പിന്നെ ഒരു വ്യത്യാസമുള്ളത് മിക്കവാറും ഇവിടെ ആയിരിക്കും, ജിയോമെട്രി CRS എന്നുള്ളത് ഇത് സെലക്ട് ചെയ്യുക. പ്രൊജക്റ്റ് CRS സെലക്ട് ചെയ്യാം. ജിയോമെട്രി CRS എന്നുള്ളത് പ്രൊജക്റ്റ് CRS എടുക്കുക. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്തതിന് ശേഷം ഈ വിൻഡോ നമുക്ക് ക്ലോസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇത് കണ്ടോ, ഓരോ ഈ ഡോട്ടുകൾ കണ്ടോ, ഇത് ലാൻഡ്സ്ലൈഡ് നടന്നിട്ടുള്ള സ്ഥലങ്ങളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് കാണണം. ഡീറ്റെയിൽസ് കാണാൻ വേണ്ടി ഇത് കണ്ടോ, ഇവിടെ ഒരു ഐക്കൺ കണ്ടോ, പോലെയുള്ള ഐക്കൺ, അതിൻ്റെ പേരാണ് ഐഡൻറ്റിഫൈ ഫീച്ചേഴ്സ്. ഈ ഐഡൻറ്റിഫൈ ഫീച്ചേഴ്സിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ബ്ലാങ്ക് ആയിട്ടാണ് വരുന്നത്. നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വരുന്നതായിട്ട് കാണാം. കണ്ടോ, നമുക്ക് ഇഷ്ടമുള്ള എവിടെയെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇങ്ങനെ മാറി മാറി വരുന്നത് കാണാം. അതുപോലെ തന്നെ ലാൻഡ്സ്ലൈഡിന് സാധ്യതയുള്ള പ്രദേശങ്ങളിലെ ഭൂപടം തയ്യാറാക്കാൻ ക്യൂജിസ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്. വയനാട് ജില്ലയിലെ സ്ഥലങ്ങളുടെ ചെരിവ് മനസ്സിലാക്കാൻ സഹായിക്കുന്നതിന് ഭൂപടം ക്യൂജിസ് ഉപയോഗിച്ച് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ക്യൂജിസ് സോഫ്റ്റ്വെയർ എടുക്കുക. അതിൽ പ്രൊജക്റ്റ് ന്യൂ കൊടുക്കുക. അതിനുശേഷം ആഡ് ലെയർ അതിൽ നിന്ന് ആഡ് റാസ്റ്റർ ലെയർ കൊടുക്കുക. ഓക്കെ, ഇവിടെ റാസ്റ്റർ ഡേറ്റ സെറ്റ് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടല്ലേ. അവിടെ ഈ 3 ഡോട്ടിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സ്കൂൾ റിസോഴ്സസിൽ നിന്ന് ക്ലാസ് 10 അതിൽ നിന്ന് DEM Wayanad.TIF ഓപ്പൺ ചെയ്യുക. ഓക്കെ, അതിനുശേഷം ആഡ് ചെയ്യുക, ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു മാപ്പ് വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അല്ലേ. അടുത്തത് നമ്മൾ എടുക്കേണ്ട പ്രോസസ്സിംഗ് ആണ്. പ്രോസസ്സിങ്ങിൽ ടൂൾ ബോക്സ് എടുക്കുക. ഇങ്ങനെ താഴേക്ക് വരുമ്പോൾ GDAL എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. അതിൻ്റെ ഇടതുവശത്തായിട്ട് ഒരു ആരോ ഉണ്ട്. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴേക്ക് എടുക്കുക. ഇവിടെ റാസ്റ്റർ അനാലിസിസ് ഉണ്ടല്ലേ, ആദ്യത്തേതാണ് റാസ്റ്റർ അനാലിസിസ്. അതിൻ്റെ ഇവിടെ ഈ ആരോയിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഏറ്റവും താഴെയായിട്ട് സ്ലോപ്പ് കിടപ്പുണ്ട്. അതിലൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. സ്ലോപ്പിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ടെക്സ്റ്റിൽ നോക്കി അതുപോലെ തന്നെയാണോ എന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക.
ഓക്കെ, DEM വയനാട്. പിന്നെ ബാക്കി നമുക്ക് സേവ് ചെയ്യേണ്ടത് എവിടെയാണ് അതൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, DEM വയനാട് എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അതിനുശേഷം താഴെ സ്ലോപ്പ് ഉണ്ടല്ലേ, ഈ സ്ലോപ്പ് ഇവിടെ ഈ 3 ഡോട്ടിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. നമുക്ക് എവിടെയാണോ സേവ് ചെയ്യേണ്ടത് അതിനാണ് ഈ ഒരു ഓപ്ഷൻ. അതിന് ഈ 3 ഡോട്ടിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അതിൽ സേവ് ടു ഫയൽ എടുക്കുക. സേവ് ടു ഫയൽ എടുക്കുക. എന്നിട്ട് സ്റ്റുഡൻസ് വർക്ക്സ് 10ൽ ഞാൻ സ്ലോപ്പ് എന്ന പേരിൽ സേവ് ചെയ്യാണ്. സ്ലോപ്പ് എന്ന പേരിൽ സേവ് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം റൺ കൊടുക്കുക. ഇങ്ങനെ ഒരു വിൻഡോ വരും, ഒന്ന് ജസ്റ്റ് ക്ലോസ് ചെയ്ത് വിട്ടേക്കുക. നമുക്ക് ഈ മാപ്പ് നോക്കിയാൽ ഒരേ കളർ ആയതുകൊണ്ട് നമുക്കൊന്നും മനസ്സിലാവത്തില്ല അല്ലേ. അതുകൊണ്ട് നിശ്ചിത ഡിഗ്രി ചരിവുള്ള സ്ഥലങ്ങൾക്ക് ഒരേ നിറം കൊടുക്കാം. അതുപോലെ തന്നെ വ്യത്യസ്ത ചരിവുകളെ പ്രതിനിധീകരിക്കാനായിട്ട് പല പല കളറുകളും കൊടുക്കാം. അതിനായിട്ട് ഈ ഇടതുവശത്ത് സ്ലോപ്പ് കണ്ടോ, അതിലൊന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. സ്ലോപ്പിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ നിന്ന് പ്രോപ്പർട്ടീസ് എടുക്കുക. ഓക്കെ, ഇനി ഇവിടെ ആദ്യത്തെ ഓപ്ഷൻ നോക്കുക, റെൻഡർ ടൈപ്പ്. റെൻഡർ ടൈപ്പിൽ സിംഗിൾ ബാൻഡ് സ്യൂഡോ കളർ എടുക്കുക. സിംഗിൾ ബാൻഡ് സ്യൂഡോ കളർ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഇൻ്റർപൊളേഷൻ എന്നുള്ളത് ലീനിയർ കൊടുക്കുക. അടുത്തത് കളർ റാമ്പ്. ഇവിടെ നമ്മൾ ഈ ആരോയിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അവിടുന്ന് നമുക്ക് ആവശ്യമുള്ളത് സ്പെക്ട്രൽ ആണ്. വീണ്ടും ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇൻവേർട്ട് കളർ റാമ്പ് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഈ താഴേക്ക് വരിക. ഇവിടെ മോഡ് കണ്ടോ, ഈ മോഡ് കണ്ടിന്യൂസ് മാറ്റി ഈക്വൽ ഇൻ്റർവെൽ കൊടുക്കുക. അതിനുശേഷം ഇവിടെ വലതുവശത്ത് ക്ലാസ്സസ് എന്നുള്ളത് 5 ആണ്. ഈ 5 മാറ്റി 11 ആക്കി കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഇത് കണ്ടോ, നമുക്ക് ഈ വാല്യൂസിൻ്റെ ഒക്കെ ഈ വാല്യൂസ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ആദ്യത്തേത് 0 ആണ്. അടുത്തത് ഇതിലൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി. അടുത്തത് 5, അടുത്ത് വരുമ്പോൾ 10, ഇവിടെ 15, 20, 30, 40, 50, 60, 70, 80 അങ്ങനെ വാല്യൂസ് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ കളറുകൾ നമുക്ക് ചേഞ്ച് ചെയ്യാം. കളർ ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഇതിലൊന്ന് ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്യുക. നമുക്കിതുപോലെ ഇഷ്ടമുള്ള കളർ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ കൊടുക്കുക. അതിനുശേഷം അപ്ലൈ കൊടുക്കുക. ഓക്കെ കൊടുക്കുക. ഉണ്ടോ, ഏകദേശം നമ്മുടെ ആ കളറുകളൊക്കെ മാറി വന്നിട്ടുണ്ടല്ലേ. ഇനി ഈ ഇമേജിനെ നമുക്കൊന്ന് എക്സ്പോർട്ട് ചെയ്യണം. എക്സ്പോർട്ട് ചെയ്യാനായിട്ട് പ്രൊജക്റ്റിൽ ന്യൂ പ്രിൻ്റ് ലേഔട്ട് എടുക്കുക. അതിൽ നമുക്കിവിടെ ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കാം. ഞാനിവിടെ മാപ്പ് എന്നൊരു പേര് കൊടുക്കുന്നു. ഓക്കെ കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതുപോലൊരു വിൻഡോയാണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. അതിൽ നമുക്ക് ഇവിടെ ആഡ് മാപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആഡ് മാപ്പിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെയൊന്ന് ഡ്രാഗ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ ആ മാപ്പ് ഇവിടെ വരുന്നതായിട്ട് കാണാം. അതിനുശേഷം ആഡ് ലേബൽ ഉണ്ട്. നമുക്കിതിനൊരു പേര് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആഡ് ലേബൽ എടുക്കുക. ഇതാണ് ആഡ് ലേബൽ എടുക്കുക. ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഒരു പേര് വന്നിരിക്കുന്നതായിട്ട് കാണാം അല്ലേ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കാം. പേര് കൊടുക്കാനായിട്ട് ഇവിടെ ഐറ്റം പ്രോപ്പർട്ടീസിൽ ഇവിടെ ഈ മെയിൻ പ്രോപ്പർട്ടീസ് എന്നുള്ളത് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കാം.
ഞാനിവിടെ മാപ്പ് എന്ന് തന്നെയാണ് കൊടുക്കുന്നത്. ഇനി അതിൻ്റെ സൈസ് നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ താഴേക്ക് വരിക. ഇവിടെ ഫോണ്ട് ഉണ്ട്. ഈ ഫോണ്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൻ്റെ സൈസ് നമുക്ക് എത്ര വേണേലും കൂട്ടി കൊടുക്കാവുന്നതാണ്. ഉണ്ടോ? ഈ ഒരു രീതിയിൽ അതിൻ്റെ സൈസ് നമുക്ക് കൂട്ടി കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഇതിനെ നമുക്ക് സെൻറ്ററിലേക്കൊക്കെ മാറ്റാം. ഈ ഒരു രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു പേര് കൊടുക്കാവുന്നതാണ്. ഇനി അടുത്താണ് ആഡ് ലെജൻഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇതാണ് ആഡ് ലെജൻഡ്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെയൊന്ന് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരും. ഇനി അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത് ഇതിനെ ഒന്ന് എക്സ്പോർട്ട് ചെയ്യണം അല്ലേ? അതിനു വേണ്ടി ലേഔട്ടിൽ ഇവിടെ നമുക്ക് 3 ഓപ്ഷൻ ഉണ്ട്. എക്സ്പോർട്ട് ആസ് ഇമേജ് ഉണ്ട്, എക്സ്പോർട്ട് ആസ് SVG ഉണ്ട്, എക്സ്പോർട്ട് ആസ് PDF ഉണ്ട്. എക്സ്പോർട്ട് ആസ് ഇമേജ് എടുക്കുക. എക്സ്പോർട്ട് ആസ് ഇമേജ് എടുത്തിട്ട് നമുക്ക് എവിടെയാണോ സേവ് ചെയ്യേണ്ടത് അവിടെ നമുക്ക് ഇഷ്ടമുള്ളൊരു പേരിൽ നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.